ഛായാമുഖി, ഒരു മാന്ത്രിക കണ്ണാടി. മഹാഭാരതത്തിൽ രണ്ടാം വനവാസകാലത്ത് ഹിഡുംബി ഭീമസേനന് നൽകിയ ആ മാന്ത്രിക കണ്ണാടി. നമസ്തേ ഛായാമുഖി. മഹാഭാരതത്തിൽ രണ്ടാം വനവാസകാലത്ത് ഹിഡുംബി ഭീമസേനന് നൽകിയ ആ മാന്ത്രിക കണ്ണാടി. ആ മാന്ത്രിക കണ്ണാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ നോക്കുമ്പോൾ നോക്കുന്ന ആളിൻ്റെ പ്രതിബിംബമല്ല കാണുന്നത്, മറിച്ച് അയാൾ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന രൂപം അത് മാത്രമായിരിക്കും അതിനകത്ത് ദർശിക്കാൻ സാധിക്കുക. അത്തരത്തിൽ ഒരു മാന്ത്രിക കണ്ണാടി ഭീമസേനന് ലഭിച്ചു. ഹിഡുംബി അതിൽ കണ്ടത് ഭീമസേനൻ്റെ മുഖമാണെങ്കിൽ ഭീമസേനൻ അതിൽ കണ്ടത് ദ്രുപദ പുത്രിയായ ദ്രൗപദിയുടെ, പാഞ്ചാലിയുടെ മുഖമായിരുന്നു. ഇത് കണ്ടപ്പോൾ വളരെ വളരെ ദുഃഖിതയായ ഹിഡുംബി കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഈ മായക്കണ്ണാടി, ഈ മാന്ത്രിക കണ്ണാടി ദ്രൗപദിയുടെ കൈകളിലെത്തി. ദ്രൗപദി കണ്ടത് വില്ലാളി വീരനായ പാർത്ഥനെയാണ്, അർജുനനെയാണ്. ഇത് കണ്ടപ്പോൾ വളരെയധികം വിഷമമുണ്ടായി, ദുഃഖിതനായി ഭീമസേനൻ. പിന്നീട് വിരാട രാജ്യത്തിലേക്ക് പോയ ഇരുവരും ഒളിച്ച് താമസിക്കുന്നതിന് വേണ്ടി വിരാട രാജ്യത്തെത്തിയപ്പോൾ ഭീമസേനൻ പാചകക്കാരനായും ദ്രൗപദി രാജ്ഞിയുടെ തോഴിയായും വർത്തിച്ചു. അങ്ങനെയാണ് രാജ്ഞിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ മാന്ത്രിക കണ്ണാടി. രാജ്ഞി അവരുടെ മുഖം ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ട പ്രതിബിംബം അവിടുത്തെ രാജാവിൻ്റെ ആയിരുന്നില്ല, ജരാനരകൾ ബാധിച്ച രാജാവിൻ്റെ ആയിരുന്നില്ല, മറിച്ച് ഒരു സൈന്യാധിപൻ്റെ, പോരാളിയായ ഒരു സൈന്യാധിപൻ്റെ മുഖമായിരുന്നു കണ്ടത്. ഈ രാജ്ഞിയുടെ സഹോദരനായിരുന്നു കീചകൻ, സൈന്യാധിപൻ കൂടിയാണ് കീചകൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കീചകൻ ഒരു മോഹമുണ്ടാകുന്നത്, തോഴിയോട് അഥവാ പാഞ്ചാലിയോട് ഒരു മോഹമുണ്ടാകുന്നത്. അത് പാഞ്ചാലി അറിയിക്കുകയും ചെയ്തു. സ്ത്രീലംബടനായ, സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന കീചകന് ഈ മാന്ത്രിക കണ്ണാടിയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം ഈ ഛായാമുഖിയിൽ നോക്കിയപ്പോൾ ആരുടെയും കണ്ടില്ല. കാരണം പ്രണയമെന്നൊന്ന്, ആരാധന എന്നൊന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എല്ലാറ്റിനോടും കാമം മാത്രമായിരുന്നു. പക്ഷെ ഒടുവിൽ ദ്രൗപദിയെ അയാൾ സ്നേഹിക്കാൻ തുടങ്ങി, പ്രണയിക്കാൻ തുടങ്ങി. ഇക്കാര്യം അറിഞ്ഞ ദ്രൗപദി ഭീമസേനനെ അറിയിക്കുകയും ഭീമസേനൻ്റെ വാക്കുകൾ പ്രകാരം ഒരു ഗൂഢാലോചന നടത്തി ഇരുവരും കീചകനെ അവരുടെ മുറിയിലേക്ക് ക്ഷണിച്ചു. കീചകൻ അവിടെ ചെല്ലുമ്പോൾ ദ്രൗപദിക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത് ഭീമസേനനായിരുന്നു. ഇരുവരും നടത്തിയ പോരാട്ടത്തിൽ കീചകൻ നിലംപതിച്ചു. ചെന്ന് വീണത് ഛായാമുഖിയുടെ മുന്നിലായിരുന്നു, ഈ മാന്ത്രിക കണ്ണാടിയുടെ മുമ്പിലായിരുന്നു. ആ മാന്ത്രിക കണ്ണാടിയിലേക്ക് നോക്കിയ കീചകൻ കണ്ടത് ദ്രുപദ പുത്രിയെയാണ്, ദ്രൗപദിയാണ്. സ്വന്തം ജീവൻ പോകുന്ന നേരത്ത് പോലും അദ്ദേഹത്തിൻ്റെ പ്രണയം നഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തിരിച്ചറിയുന്നു സ്വന്തം ജീവനേക്കാൾ വിലയാണ് അദ്ദേഹത്തിൻ്റെ പ്രണയത്തിനെന്ന്. ശരിക്കും പറഞ്ഞാൽ ഭീമസേനനും കീചകനും തുല്യ ദുഃഖിതരാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കാട്ടാളനെ പോലും കാളിദാസനാക്കുന്ന ഒന്നാണ് പ്രണയം, സ്നേഹം. അന്നും ഇന്നും എന്നും. ശരിക്കും എന്തിനാണ് ഈ കഥ പറഞ്ഞത്? ഇന്നത്തെ ലോകത്തിന്, ഇന്നത്തെ കാലത്തിന് ഇത്തരത്തിലൊരു മാന്ത്രിക കണ്ണാടി, ഒരു മായ കണ്ണാടി, ഛായാമുഖി അനിവാര്യമാണ്. താൻ സ്നേഹിക്കുന്ന വ്യക്തി തന്നെ തിരികെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ, താൻ പ്രണയിക്കുന്ന വ്യക്തി തന്നെ തിരികെ പ്രണയിക്കുന്നുണ്ടോ എന്നറിയാൻ ഇന്നത്തെ കാലത്ത് ഇത് വളരെ പ്രസക്തമാണ്.
ഛായാമുഖി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രുദ്രധാര ഇരു കൈയും നീട്ടി സ്വീകരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതും സ്നേഹത്തോടെ സ്വീകരിക്കും എന്ന വിശ്വാസത്തിൽ നിങ്ങളുടെ ഗൗരി ശങ്കർ. ഇനി ഛായാമുഖിയിലൂടെ നമുക്ക് കുറച്ച് കഥയും കുറേയേറെ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ പുതിയ അധ്യായങ്ങളുമായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ സംവേദിക്കാം.